ഒരു കണ്ണട വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് പൈസ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കണ്ണടകളുണ്ട്. ഉണ്ട്. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കണ്ണടകളുണ്ട്. സാധാരണക്കാർ കണ്ണട വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ സാധാരണക്കാരും പണക്കാരും എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, പണക്കാർ ഉപയോഗിക്കുന്ന സാധനം സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ക്വാളിറ്റിയാണ് നമ്മളെ മറാമിൻ്റെ പ്രൊഡക്റ്റ് മുഴുവനും. അടിപൊളി. അതാണ് ഞങ്ങളെ സ്വപ്നവും. ഇത് കുറേ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, ഏറ്റവും കുറഞ്ഞ പൈസ കൊടുത്തിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക. ഇങ്ങനെ ഒരു അവസരം അറിയാത്തത് കൊണ്ട് റോഡ് സൈഡിൽ ഒരുപാട് കണ്ണടകൾ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് അറിയാം, അവരവരുടെ ഉപജീവന മാർഗ്ഗമാണ്, അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ 100 രൂപക്കും 150 രൂപക്കും കണ്ണടകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ കണ്ണിനെന്ത് പറ്റും? അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അത് വിറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാർ. നമ്മൾ മറാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങരുതെന്ന് പറയാനും പറ്റില്ല, വാങ്ങാനും പറയാൻ പറ്റില്ല. പക്ഷേ മറാമിക്ക് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങൾ അതുപോലെ സ്പെൻഡ് ചെയ്യുന്ന പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള, ഏറ്റവും ഗ്യാരണ്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മറാമിൽ നിന്ന് വാങ്ങാൻ പറ്റും. 2 ടൈപ്പ് കസ്റ്റമേഴ്സിനെ ഞങ്ങൾ കാണാറുണ്ട്. ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് ഇതൊന്നും ചിന്തിക്കേണ്ടിയില്ല, അവർക്ക് കണ്ണട വേണം. അത് പൈസ ആയാലും കുഴപ്പമില്ല, പൈസ കുറഞ്ഞാൽ കണ്ണട ആയാൽ മതി, കാണണം. അങ്ങനെ ഒരു ടീമും ചില ടീം വരും, നല്ല സ്പെക്സ് കിട്ടണം. അവർ ചിന്തയിൽ പല ഡിസൈനുകളുണ്ടാവും, പക്ഷെ അവരെ ഫേസിൽ അത് വെക്കുമ്പോൾ നമ്മളറിയില്ല, അലുവൈ മത്തിക്കറി അതുപോലത്തെ കോമ്പിനേഷനൊക്കെ ആയി പോകും. അതും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മറാമി ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ന്യൂജൻ മോഡൽസ് അത് കൊടുക്കുക. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല.